ശ്രീഗണേശായ നമോ. ദിവസം 2 ബാലകാണ്ഡം. പ്രിയ ഭക്തജനങ്ങളെ, രാമായണ പാരായണത്തിന്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ പാരായണത്തിൽ ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന സംഭവങ്ങളാണ് നാം കാണുന്നത്. സന്താനഭാഗ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ മഹർഷിയായ ഋഷ്യശൃംഗന്റെ നേതൃത്വത്തിൽ ദശരഥ മഹാരാജാവ് പവിത്രമായ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. അചഞ്ചലമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും നടത്തിയ ഈ യാഗം ഭഗവാന്റെ അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നു. യാഗം പൂർത്തിയായപ്പോൾ യാഗാഗ്നിയിൽ നിന്ന് ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൈയിൽ ദിവ്യപായസം നിറഞ്ഞ ഒരു സ്വർണ്ണപാത്രമുണ്ടായിരുന്നു. ആ പായസം തന്റെ 3 രാജ്ഞിമാർക്കായി നൽകണമെന്ന് അദ്ദേഹം ദശരഥനോട് നിർദ്ദേശിക്കുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായിരുന്നു. ദശരഥ മഹാരാജാവ് ആ ദിവ്യപായസം കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ രാജ്ഞിമാർക്കായി ഭക്തിയോടെ വിതരണം ചെയ്യുന്നു. കാലക്രമേണ അയോധ്യയിൽ മഹത്തായ സന്തോഷവാർത്ത എത്തുന്നു. കൗസല്യാദേവിക്ക് ശ്രീരാമൻ ജനിക്കുന്നു. കൈകേയിക്ക് ഭരതൻ ജനിക്കുന്നു. സുമിത്രാദേവിക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു. 4 രാജകുമാരന്മാരുടെയും ജനനം അയോധ്യയെ ആനന്ദത്തിൽ മുങ്ങിക്കുന്നു. കാലം കടന്നുപോകുമ്പോൾ രാജകുമാരന്മാർ എല്ലാവരും സദ്ഗുണങ്ങളോടെ വളരുന്നു. ശ്രീരാമൻ കാരുണ്യവും വിവേകവും ധർമ്മനിഷ്ഠയും കൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരനാകുന്നു. ലക്ഷ്മണൻ രാമനോടുള്ള അഗാധമായ സ്നേഹവും സേവാഭാവവും പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഭരതനും ശത്രുഘ്നനും പരസ്പരം വേർപിരിയാനാകാത്ത സഹോദരസ്നേഹത്തിന്റെ മാതൃകയായി വളരുന്നു. ഇന്നത്തെ ആത്മീയ സന്ദേശം: ആത്മാർത്ഥമായ പ്രാർത്ഥനയും അചഞ്ചലമായ വിശ്വാസവും ഒരിക്കലും വെറുതെയാകില്ല. ഭഗവാന്റെ അനുഗ്രഹം ശരിയായ സമയത്ത് നമ്മിലേക്ക് എത്തിച്ചേരും. മക്കൾ ദൈവത്തിന്റെ അമൂല്യമായ വരദാനമാണ്. അവരെ സ്നേഹത്തോടെയും ധർമ്മബോധത്തോടെയും വളർത്തേണ്ടത് മാതാപിതാക്കളുടെ മഹത്തായ ഉത്തരവാദിത്തമാണ്. സ്നേഹവും കടമയും സാഹോദര്യവും നിറഞ്ഞ കുടുംബജീവിതമാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീരാമ ജയരാം, ജയ ജയരാം. നാളെ 3ാം ദിവസത്തെ ബാലകാണ്ഡത്തിലെ പ്രധാന സംഭവങ്ങളുമായി വീണ്ടും കാണാം. ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ.